ഹായ്, നമസ്കാരം. ഞാൻ അരുൺ തഥാഗത്. അങ്ങനെ സ്വീഡനോട് ഇന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് യൂറോപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ എന്നോട് ചിലർ ചോദിക്കുന്ന സ്ഥിരം ചോദ്യങ്ങളുടെ മറുപടി തന്നെ സ്ഥിരമുള്ളത് ഇത് തന്നെ. നമുക്ക് യൂറോപ്പിലെ ഇതൊക്കെ നാട്ടിൽ വരുമോ? നമുക്ക് എളുപ്പമല്ല. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഒരു കുഞ്ഞു വീട്, നമ്മളുടെയൊക്കെ വീടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയുക മാൻഷൻ എന്നാണ്. നമ്മൾ അപേക്ഷിച്ച് വളരെ ചെറിയ വീടുകളാണ്. ഏറ്റവും സമ്പന്നർ പോലും, അതായത് ഞാൻ ഏറ്റവും മുതൽ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് പറയാവുന്ന മാതിരി സഞ്ചരിച്ചിട്ടുണ്ട്. അത്രയും വീടുകൾ കണ്ടിട്ടുണ്ട്, വളരെ ചെറിയ വീടുകൾ. പക്ഷേ വീടിനകത്ത് യൂട്ടിലിറ്റി ഒരുപാടുണ്ടാവും. ഒരു വീട് തന്നെ നാല് വീടുകൾ, അതിർത്തി വീടിൻ്റെ തന്നെ ഭിത്തികൾ നാലായിട്ട്, നമ്മുടെ അഗ്രഹാരങ്ങൾ രണ്ടായിട്ട് തന്നെ എടുത്ത് 4 ഭാഗം 4 വീടുകൾ, അങ്ങനെയൊക്കെയാണ് ഇവിടെ വീടുണ്ടാവുക. ഒരു നീളത്തിൽ ഒറ്റ ടോയ്ലറ്റ്, ഓരോ ബാത്റൂം അറ്റാച്ച്ഡ് ആവില്ല. അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. 18 വയസ്സായി കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും അടുത്ത് നിന്ന് പണം വാങ്ങുക എന്നുള്ളത് വളരെ മോശമായിട്ട് കരുതണേ. സ്വന്തമായിട്ട് ജോലി ചെയ്ത് സ്വന്തമായിട്ട് യാത്ര ചെയ്യുന്ന അത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. സ്വന്തമായിട്ട് സെൽഫ് സഫിഷ്യൻറ്റ് അത് നമുക്ക് എന്തായാലും എത്താൻ പോകുന്നില്ല. കല്യാണം ഇഷ്ടപ്പെട്ടവരുമായിട്ടുള്ള അത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഒപ്പമുള്ള കുട്ടി, നമ്മുടെ മകൻ LKG പഠിക്കുന്നു, അവൻ്റെ ഫ്രണ്ട്, അവൻ്റെ ക്ലാസ്മേറ്റ്, അവർ വന്നിട്ട് നമ്മളെ വിളിക്കുന്നത് അരുണേ എന്ന് വിളിച്ചാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇവിടെ പേരേ ഉള്ളൂ, ഇവിടെ ഒറ്റ അങ്കിളേ ഉള്ളൂ, അത് റിയൽ അങ്കിളാണ്. ഒറ്റ ഡാഡേ ഉള്ളൂ, ഒറ്റ മമ്മിയേ ഉള്ളൂ. മീൻസ് സ്റ്റെപ്പ് ഫാദറും സ്റ്റെപ്പ് മദറും ഒക്കെ ഉണ്ടാവും. അല്ലാണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് ഡാഡ അങ്കിള് എല്ലാം ഒന്നേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാവരെയും കയറി വിളിക്കുന്ന അതൊക്കെ നമുക്കിപ്പോൾ വന്നൊരു ഇതാണ്. പണ്ട് നമ്മൾ ഇതുപോലെയൊന്നും ആരും അങ്കിൾ എന്നൊന്നും വിളിച്ചില്ല. അങ്കിൾ ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല, ഏറ്റവും ഇൻസൾട്ട് വാക്കാണത്. ഇവിടെ ഒരാൾ പോലും വിളിക്കില്ല, അത് വളരെ ഇൻസൾട്ടിങ് ആണ്. അങ്കിൾ, ഗ്രാൻഡ്മ ഈസ് റിയൽ ഗ്രാൻഡ്മ. അല്ലാത്തവരെയും വിളിക്കുകയില്ല. അല്ലാത്തവരൊക്കെ ഞാൻ 81 വയസ്സുള്ള മോണിക്കേനെ മോണിക്ക എന്നാണ് വിളിക്കുന്നത്, 6 വയസ്സുള്ള കുട്ടിയെ അവരെ മോണിക്ക എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പിന്നെ അതുപോലെ ഭക്ഷണം, ഏറ്റവും ലളിതമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതുപോലെ റോഡിൽ മുഴുവനും ഇതുപോലെ ഇത് കണ്ടാം. ഇത് സിറ്റിയുടെ ഭാഗമാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്, അല്ലാണ്ട് സിറ്റിയിൽ നിന്ന് മാറിയിട്ടല്ല. സ്റ്റോക്ക്ഹോമിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്കവിടെ പറ്റുമോ? അതുപോലെ 10 കിലോമീറ്റർ 20 കിലോമീറ്റർ എന്ന് പറയാം, ഓക്കെ ഐ വിൽ വാക്ക്, ഓക്കെ ഐ വിൽ ടേക്ക് മൈ ബൈക്ക്, ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വരാം. നമ്മുടെ ഭാഷയിൽ ഞാൻ സൈക്കിളും ചവിട്ടി വരാം, അല്ലെങ്കിൽ ഞാൻ നടന്നു വന്നോളാം, അല്ലെങ്കിൽ ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിന് വന്നോളാം. അത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഇവരാരും വീടുകൾ നിർമ്മിക്കണത് മറ്റുള്ളവരെ കാണിക്കാനോ ഒന്നുമല്ല, ഇവർ യൂട്ടിലിറ്റിക്കാണ്. വീടിനകത്ത് സ്വർണം, ഇവരുടെ അക്കൗണ്ടിൽ ഒരുപാട് പണം ഒന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവില്ല. ഇവരെ ഉള്ളത് അപ്പം തീർക്കുന്നു. ഇവർക്ക് ഈ രാജ്യം പ്രായമായാൽ അല്ലെങ്കിൽ വയ്യാണ്ടാവുമ്പോൾ സപ്പോർട്ട് ചെയ്യും, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, അതൊരു കാരണമാണ്. എങ്കിൽ പോലും നമ്മൾ 65 വയസ്സാവണം അത് കിട്ടണമെങ്കിൽ. അതുവരെയും ഇവർ വേറെ ആരുടെ ഇത് ചെയ്യില്ല, ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മളുടെ ലൈഫിൽ അത് എത്താൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ പല കാരണങ്ങളാൽ തൽക്കാലം കേരളത്തെ യൂറോപ്പാക്കാം എന്നുള്ളത് തൽക്കാലം ചിന്തിക്കേണ്ട. അതിനേക്കാളുപരി ഭരണം ഇവിടുത്തെ ഇപ്പോൾ ഞാനുള്ള സ്വീഡനിലെ പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, അബദ്ധത്തിന് വീട്ടിലെ ഭക്ഷണത്തിൻ്റെ ബില്ല് 4000 രൂപയ്ക്ക് സമാനം. ഇവിടുത്തെ വെറും 40 യൂറോ, വളരെ കുറഞ്ഞ തുകയാണ് ഇവിടുത്തെ. ആ പൈസയുടെ ബില്ല് അറിയാണ്ട് അവരുടെ ഇതിനകത്ത് എക്സ്പെൻസിൽ വന്നുപോയി. അത് വന്നപ്പോൾ അവരുടെ ഇൻറ്റഗ്രിറ്റിയെ ബാധിച്ചു എന്നുള്ളതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ഒരു MP വന്ന് സ്മോൾ അടിച്ചപ്പോൾ ഒരു ബിയറിൻ്റെ ബില്ല് കൊടുക്കാൻ വിട്ടുപോയി, അത് ഇൻറ്റഗ്രിറ്റിയെ ബാധിച്ചു. അതുകൊണ്ട് MP രാജിവെക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഇൻറ്റഗ്രിറ്റി എന്നുള്ളതൊക്കെ നമ്മളുടെ ആളുകൾക്ക് മനസ്സിലാവുന്ന വാക്കുകൾ പോലുമല്ല. അപ്പോൾ അതുകൊണ്ടും തൽക്കാലത്തേക്ക് നമ്മൾ യൂറോപ്പ് ആകാമെന്നുള്ള വ്യാമോഹങ്ങളൊക്കെ മാറ്റിവെച്ച്, ഞാനും ആ ചിന്തയൊക്കെ മാറ്റിവെച്ചു. ഞാനിപ്പോൾ എന്നോട് തന്നെ പറയണത് ദാറ്റ് ഈസ് കേരളം, ദിസ് ഈസ് നോ, അത് കേരളമാണ്, അത് ഇന്ത്യയാണ്. നമുക്ക് വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നമ്മളിത്തിരി അടുക്കും ചിട്ടയും വൃത്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളാണ് ലോകത്തിൽ ഏറ്റവും നമ്മുടെ ഐക്യം എന്ന് പറയുന്ന ഒരു സാധനം, പ്രത്യേകിച്ച് മലയാളികളുമായിട്ടുള്ള, അത് പ്രത്യേകിച്ച് യൂറോപ്പിൽ അങ്ങനെ കാണാൻ പറ്റില്ല എങ്കിലും ഗൾഫിലേക്ക് വന്നത് അത് ഭയങ്കര പ്രകടമാണ്. മലയാളികളുടെ ഒരു സ്നേഹവും ഐക്യമൊക്കെ. അതാണ് നാട്ടിലെ എന്ത് സാമ്പത്തിക ആവശ്യം വന്നാലും മുഖ്യമന്ത്രിക്കടക്കം പിരിവിന് വേണ്ടിയിട്ട് വരിക ഗൾഫിലേക്കാണ്. ആർക്കെന്ത് സാമ്പത്തിക സഹായം വേണ്ടി വന്നാലും, ഈവൻ എനിക്ക് യാത്രയിലും വലിയൊരു സപ്പോർട്ടുകളായി കിട്ടുകയാണ് അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് വേറെയാണ്, അതിനെ ഞാൻ മാറ്റി നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. അല്ല, ഏതെങ്കിലും ഒരാൾക്ക് സുഖമില്ലാണ്ട് വന്നാൽ അത്തരം കാര്യങ്ങളിലെല്ലാം ഉള്ളത്, അത് KMCC ആയിക്കോട്ടെ, ഗൾഫിലെ മലയാളി സംഘടനകളായിക്കോട്ടെ, അത് വേറെയാണ്. അതൊന്നും യൂറോപ്പിൽ സമാനതകളില്ല. അപ്പോൾ പ്ലസ്സുകളും മൈനസുകളും ഉണ്ട്. തൽക്കാലം നമ്മളായിട്ട് തന്നെ പോകുന്നു. ഒത്തിരി വൃത്തിയും അടുക്കും ചിട്ടയൊക്കെ ഉണ്ട്. ഇതുപോലെ മനോഹരമാക്കി വച്ചാൽ കേരളം തന്നെയാണ് സ്വർഗം.
ഇവർക്ക് നല്ലൊരു ഭക്ഷണമില്ല, വെറൈറ്റി ഭക്ഷണമില്ല. ഇപ്പോൾ ഒരു ലേഡി കടന്നു പോകുന്നുണ്ട്, അവരെ ഒരു ട്രോളി മുന്തിക്കൊണ്ടാണ് പോകുന്നത്. ഇവിടെ എല്ലായിടത്തും ട്രോളി മുന്തിക്കൊണ്ട് പോകാം. ബൈക്കിനകത്ത് ഒരു ട്രെയിലർ ഘടിപ്പിച്ച് പിള്ളേരെയും കൊണ്ട് പോകും. അതൊക്കെ നമുക്ക് പറ്റുമോ? ബൈക്കിൽ പിള്ളേരെയും കൊണ്ട് പോവുക, സീറ്റ് വയ്ക്കുക. നമ്മുടെ കാറുകളിൽ പിള്ളേരെ മുമ്പിലിരുത്തും. ഇവിടെ ഒന്നും പറ്റില്ല. 14 വയസ്സ് കഴിയാണ്ട് പിള്ളേരെ മുമ്പിലിരുത്താൻ പറ്റില്ല. ചൈൽഡ് സീറ്റില്ലാണ്ട് പിള്ളേരെ പുറകിൽ ഇരുത്താൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മളായിട്ടിരിക്കട്ടെ. സ്നേഹം, സന്തോഷം. ബൈ. അരുൺ തഥാഗത്. അതുപോലെ നമ്മൾ യൂറോപ്പിനെ പറ്റി പറയുമ്പോൾ സ്വന്തം പണിക്കാർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ നാട്ടിലെ ഏറ്റവും കുറഞ്ഞ കൂലിയും ഏറ്റവും കൂടുതൽ പണിയെടുപ്പിക്കുന്ന ആളുകൾ അവർ നമ്മുടെ നാട്ടിൽ ആർക്കും പണിയെടുത്താൽ പൈസയും കൊടുക്കില്ല. എല്ലാ ഉടായ്പകളും കൊടുത്ത് ഇതും ചെയ്ത് എങ്ങനെ അവരെ കൊണ്ട് കൂടുതൽ ഇത് ചെയ്യാം, അവരോട് എങ്ങനെ ചൂടായി വളരെ മോശമായിട്ട് സംസാരിക്കുന്ന അത്തരം വിപ്ലവ ആചാരോപങ്ങളും എന്നിട്ട് യൂറോപ്പ് പറയുകയും ചെയ്യുന്ന അത്തരം കാപട്യങ്ങളുടെ ഇടയിൽ അതാണ് നമ്മുടെ നാട്ടിൻ്റെ ഒരിത്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മളെങ്ങനെ യൂറോപ്പാവും? സ്വപ്നം കാണാം. ഇവിടെ എന്ത് ജോലി ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ഒരുപോലെയാണ്, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനവും ഏകദേശമൊക്കെ തുല്യമാണ്. അല്ലാതെ കളക്ടർക്ക് പ്രത്യേക ബഹുമാനം, ഡോക്ടർക്ക് പ്രത്യേക ബഹുമാനം, അങ്ങനെയൊന്നുമില്ല. എല്ലാ ജോലിയും ബഹുമാനിക്കുന്നു. അല്ലാതെ ഏതെങ്കിലും സെലിബ്രിറ്റീനെ കണ്ടിട്ട് ഓടിച്ചാടി നടക്കുന്ന അവരെ മാത്രം ഭയങ്കരമായിട്ട് ബഹുമാനിച്ച് അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരും സെലിബ്രിറ്റികളാണ്. എല്ലാവരുടെയും അവകാശങ്ങളെ എല്ലാവരും ബഹുമാനിക്കുന്നു. അത് കൊച്ചുകുട്ടിയായാലും ഈവൻ ഒരു ഡോഗായാലും. ഓക്കെ, അതുകൊണ്ടൊക്കെ ഞാൻ തൽക്കാലം നാടിനെ യൂറോപ്പാക്കാം, അല്ലെങ്കിൽ യൂറോപ്പിലെ എല്ലാം നാട്ടിലേക്ക് വരുമെന്നുള്ള ചിന്തകളൊക്കെ തൽക്കാലം ഞാനും മാറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ നീങ്ങട്ടെ. ബൈ ബൈ. ഇതുണ്ട്, ഇതുപോലെ ഓരോ ഇടത്തും ബൈക്ക് പാത്ത് ഇത്രയും വീതിയിൽ, ഇത് ബൈക്ക് പാത്താണ് ഈ കാണുന്നത്. അവിടെ റോഡിനേക്കാൾ വീതിയിൽ ബൈക്ക് പാത്ത് വന്നിരിക്കുന്നു. അതും ഭയങ്കര സേഫായിട്ട് ബാരിക്കേഡ് ചെയ്ത് നമുക്ക് വെച്ചേക്കണം. ഇതിപ്പോൾ കാർ റോഡുണ്ട്. കാർ റോഡ് ഇല്ലാത്തടത്ത് പോലും നമുക്കായിരിക്കും പ്രയോറിറ്റി. സിറ്റിയിലേക്ക് കുറേയും കൂടി നീങ്ങുമ്പോൾ, സിറ്റി സെൻറ്ററിലേക്കൊക്കെ നീങ്ങുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. കാറുകൾക്ക് ഒരു പ്രയോറിറ്റി ഇല്ല. കാറുകളുടെ കാര്യം കഷ്ടമാണ്. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റുമോ? അപ്പം നമുക്ക് യൂറോപ്പിനെ പറ്റി ആലോചിക്കാം. ഇതുപോലെ ഗ്രീന്, ലോകത്തിലെ ഏറ്റവും വില പിടിച്ച സ്ഥലത്ത് ഇതുപോലെ ഗ്രീനാക്കി നിലനിർത്താൻ നമുക്ക് നാട്ടിൽ പറ്റുമോ? ഇതുപോലെ വൃത്തിയായിട്ട്. ഇതിപ്പോൾ ശിശിരകാലത്തിൻ്റെയാണ് ഇല കൊഴിഞ്ഞേക്കുന്നത്. അത് സിറ്റി കൗൺസിലിന് നല്ല പണിയാണ്. എല്ലാ ഇലയും കൊഴിയും. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണങ്ങിയ കമ്പുകൾ മാത്രമാവും, എല്ലാം ഇല്ലാണ്ടാവും. എന്നിട്ട് ഇത്രയും ഗ്രീൻ സ്പേസ് അവർ നിലനിർത്തുന്നത്, ഇത്രയും തുറസായ ഇടങ്ങൾ നിലനിർത്തുന്നത്, അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എല്ലായിടത്തും പബ്ലിക് ട്രാൻസ്പോർട്ടിന് പ്രാമുഖ്യവും ബൈക്കിന് പ്രാമുഖ്യവും നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് യൂറോപ്പിനെ പറ്റി ആലോചിക്കാം. ഇതുപോലെ കൺസ്ട്രക്ഷൻ വേസ്റ്റ് പൊടിക്കുമ്പോൾ ഇവിടെ നനയ്ക്കണം, ഒരു തുള്ളി പൊടി പോലും ഇല്ല. ഇങ്ങനെ നമുക്ക് നാട്ടിൽ പറ്റുമോ? അപ്പോൾ നമുക്ക് യൂറോപ്പിനെ പറ്റി ചിന്തിക്കാം. ഞാനിതൊരു ഏതാനും മിനിറ്റുകളുടെ യാത്രയുടെ ഇടയ്ക്ക് കാണുന്ന ഓരോ ഉദാഹരണങ്ങൾ എടുത്തിട്ട് പറയുന്നതാണ്. അവിടെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്, ഒരു പൊടിയില്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് യൂറോപ്പിനെ പറ്റി ചിന്തിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക്, മനുഷ്യൻ്റെ ജീവന്, മനുഷ്യന് ബഹുമാനവും അംഗീകാരവും ആദരവും കിട്ടുമ്പോൾ നമുക്ക് യൂറോപ്പിനെ പറ്റി ചിന്തിക്കാം. അവന് ചെയ്യുന്ന ജോലിക്ക് കൂലി കൊടുക്കുമ്പോൾ നമുക്ക് യൂറോപ്പിനെ പറ്റി ചിന്തിക്കാം. രാഷ്ട്രീയത്തിൽ മതത്തിന് യാതൊരു പ്രാധാന്യമില്ലാണ്ട് മതം മാറി നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ കാര്യം തീരുമാനിക്കുന്ന ആരാ? മതമാണ്. ഓരോരുത്തരെ നിശ്ചയിക്കുന്നത് പോലും സൗഹൃദം നിശ്ചയിക്കുന്ന മതത്തിൻ്റെ ബേസിലാണ്. മതം എന്നുള്ളത് പൊതുജീവിതത്തിൽ നിന്ന് എപ്പോൾ മാറിയിരിക്കുന്നു അപ്പോൾ നമുക്ക് യൂറോപ്പിനെ പറ്റി, യൂറോപ്യൻ ജീവിത രീതി, ആ സന്തോഷങ്ങളെ പറ്റിയും ആലോചിക്കാം. അതുവരെ നമുക്കിങ്ങനെ പരസ്പരം കുറ്റം പറഞ്ഞും പരസ്പരം BP കൂടിയും ഇവിടെ ഇരുന്ന് ഒരു പ്രശ്നം കയറുന്നില്ല, ഒന്നുമില്ല. നാട്ടിൽ വന്നാലോ, ഗൾഫിലുള്ള എല്ലാവർക്കും നാട്ടിൽ വന്നാൽ അനുഭവം. BP കയറുന്നു, ഭ്രാന്ത് പിടിക്കുന്നു, തിരിച്ചു പോകുന്നവരുണ്ട്. 65-70 വയസ്സായിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് തിരിച്ച് ഗൾഫിലേക്ക് പോയവരുണ്ട്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, അന്ന് പറയാം നാട്ടിലെ സാമൂഹ്യ സാഹചര്യം കൊണ്ട്. അപ്പോൾ നമുക്ക് യൂറോപ്പിനെ പറ്റി ആലോചിക്കാം. നാട്ടിലെ നിയമങ്ങൾ ലളിതമാകുമ്പോൾ നമുക്ക് യൂറോപ്പിനെ പറ്റി ആലോചിക്കാം. എല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചേക്കുന്ന ഉണ്ടോ, കാൽനടക്കാർക്ക് വേണ്ടി മാത്രമുള്ള, കാൽനടക്കും ബൈക്കിനും വേണ്ടി മാത്രമുള്ള റോഡാണിത്.
നോ കാർസ് പെർമിറ്റഡ്. ഒന്ന് ഓർത്ത് നോക്കി. ഇവിടെ ഇതെല്ലാം അച്ചീവ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഭൗതികതയും ഒരു 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 ബയോഡൈവേഴ്സിറ്റി ഇല്ല. നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ നിന്നാൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ ഇവിടുത്തെ പഴം എല്ലാം ഒരേ സാധനങ്ങളേ ഉള്ളൂ. ഫുഡിന് വലിയ വൈവിധ്യമില്ല. എൻ്റെ യൂറോപ്പിൽ അവിടുത്തെ പ്രൊഡ്യൂസിന് വലിയ വ്യത്യാസമില്ല. നമുക്കോ എന്തുമാത്രം വെറൈറ്റി പ്രൊഡ്യൂസുകളുള്ള സിഗ്നൽ വരുന്നു. നമ്മൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട നാടാണെന്നറിയാം. എന്ത് കാര്യം. ഇറ്റ്സ് ഫോർ മീ. അപ്പം അതുവരെയൊക്കെ നമുക്കിങ്ങനെ ഇത് ചെയ്യാൻ. നമ്മുടെ പിള്ളേരൊക്കെ രക്ഷപ്പെട്ട്, ഭാഗ്യമുള്ളവരൊക്കെ രക്ഷപ്പെട്ട് പോട്ടെ. യൂറോപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഇതാണ്. ഇതും നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റുമോ? ഒരാൾ ഉപയോഗിച്ച സാധനങ്ങൾ വീണ്ടും ഇങ്ങനെ എന്ന്. യൂറോപ്പിലെ ഏറ്റവും കൂടുതലുള്ള ഏത് ഗ്രാമത്തിൽ ചെന്നാലും കാണുന്ന ഷോപ്പാണ് സെക്കൻഡ് ഹാൻഡ് ഷോപ്പ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മളിടുന്നതിനെ പറ്റി? അപ്പം നമുക്ക് ആലോചിക്കാം. വസ്ത്രങ്ങൾ ഇവിടെ മറ്റ് ഐറ്റംസും ഉണ്ട്. കാരണം വസ്ത്രങ്ങളിലെ അത്രയും തിരക്കായിരിക്കും വസ്ത്രങ്ങളുടെ ഷോപ്പുകളിൽ. അപ്പം നമുക്ക് ആലോചിക്കാം നമ്മൾ യൂറോപ്പ് ആവുന്നതിനെ പറ്റി. ഒരാളെയും ഇരട്ട പേര് വിളിക്കാനോ കളിയാക്കാനോ അയാളുടെ സ്പെല്ലിങ് എത്തിയാൽ പോലും ഇവിടെ അവർ അഡ്രസ്സ് അത് സ്വീകരിക്കില്ല. അതായത് ആരെയാണെങ്കിലും പേര് വിളിക്കാവൂ എന്നുള്ളതാണ്. ഇവരുടെ ഐഡൻറ്റിറ്റി തന്നെ പേരാണ്. ഒരു കാരണവശാലും ഇരട്ട പേരോ കളിയാക്കലുകളോ ഒന്നും ഇവിടെ അതൊക്കെ വലിയ ഒഫൻസാണ്. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമ്പോൾ അന്ന് നമ്മൾ യൂറോപ്പിനെ പറ്റി ആലോചിക്കാം. അതുവരെ ഞങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു വല്ല ബ്ലാസ് വെച്ച് എൻ്റെ സ്വപ്നങ്ങളിൽ ഇനി എങ്ങനെ നിറഞ്ഞേക്കും.